നമസ്കാരം. 2025 പുതിയ ആദായ നികുതി ബിൽ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. 1961 ആദായ നികുതി നിയമത്തിന് പകരമായി ഫെബ്രുവരി 13 ലോക്സഭയിൽ അവതരിപ്പിച്ച ആദായ നികുതി ബില്ലാണ് പിൻവലിച്ചിരിക്കുന്നത്. പുതുക്കിയ പതിപ്പ് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ബൈജയന്ത് പാണ്ഡ അധ്യക്ഷനായ സെലക്ട് കമ്മിറ്റിയുടെ ശുപാർശകൾ പ്രകാരമാണ് പുതിയ ബില്ലും പരിഷ്കരിച്ചത്. ബില്ലിന്റെ ഒന്നിലധികം പതിപ്പുകൾ മൂലമുണ്ടാകുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിനും വ്യക്തവും പുതുക്കിയതുമായ ഒരു പതിപ്പ് നൽകുന്നതിനുമായി മുൻപ് അവതരിപ്പിച്ച ബില്ലിൽ മാറ്റങ്ങൾ വരുത്തി. പുതിയ പതിപ്പ് ഓഗസ്റ്റ് 11 സഭയുടെ പരിഗണനയ്ക്കായി അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. നിലവിലെ ആദായ നികുതി നിയമം 1961 പകരമായാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേന്ദ്രം പുതിയ ബിൽ അവതരിപ്പിച്ചത്. നിയമങ്ങളിലും ചട്ടങ്ങളിലും മാത്രമല്ല ആദായ നികുതി റിട്ടേൺ സമർപ്പണത്തിലും നികുതിദായകരുടെ സൗകര്യാർത്ഥം മാറ്റങ്ങൾ പുതുതായി അവതരിപ്പിക്കുന്ന ഇൻകം ടാക്സ് ബിൽ 2025 ഉണ്ടാകും. എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാനാവുക, നൂലാമാലകൾ ഒഴിവാക്കി നികുതി റിട്ടേൺ സമർപ്പണം സുഗമമാക്കുക, തർക്കങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത്. അതേസമയം നികുതി നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല. പ്രോപ്പർട്ടി ഇൻകം, പ്രോപ്പർട്ടി, പെൻഷൻ ഡിഡക്ഷനുകൾ എന്നിവയിലും നികുതിദായകർക്ക് അനുകൂലമായ മാറ്റങ്ങൾ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ജൂലൈ 21 സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. 4500 പേജുകളിലായി 285 നിർദ്ദേശങ്ങൾ സമിതി നൽകിയിട്ടുണ്ട്. ഇവ പരിഗണിച്ചാണ് പരിഷ്കരിച്ച ബിൽ അവതരിപ്പിക്കാനുള്ള തീരുമാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമനും വ്യക്തമാക്കി. പുതിയ നിയമത്തിൽ ഭാഷയും വാക്കുകളും ലളിതമായിരിക്കും. ഗുരുതരമല്ലാത്ത പിഴവുകൾക്കുള്ള ശിക്ഷയും പിഴയും മറ്റും കുറയ്ക്കും. ആദായ നികുതി സ്ലാബ്, മൂലധന നേട്ട നികുതി, സമയപരിധി തുടങ്ങിയവയിലും മാറ്റമുണ്ടാകില്ല. നിലവിൽ ആദായ നികുതി സംബന്ധിച്ച മാറ്റങ്ങൾക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടഡ് ടാക്സസിന് പാർലമെന്റിന്റെ അനുവാദം ആവശ്യമാണ്. പുതിയ നിയമം വരുന്നതോടെ CBDTക്കും കരുത്തേറും. ആദായ നികുതി സ്കീമുകൾ, വ്യവസ്ഥകൾ തുടങ്ങിയവ സംബന്ധിച്ച് CBDTക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനാകും. ഉദ്യോഗസ്ഥതല കാലതാമസവും മറ്റും ഒഴിവാക്കാനാണിത്. നിലവിലെ ആദായ നികുതി നിയമം 1961 ഇതിനകം 4000-ഓളം ഭേദഗതികൾ വന്നിട്ടുണ്ട്. 5 ലക്ഷത്തിലേറെ വാക്കുകളുമുണ്ട്. ഇത് പുതിയ ബില്ലിൽ ഏകദേശം പാതിയായി കുറച്ചു. MSMEകൾ, മറ്റ് ചെറുകിട ബിസിനസ് സംരംഭകർ, സാധാരണക്കാർ തുടങ്ങിയവർക്ക് അനുയോജ്യമായ വിധമാണ് ബില്ല് പരിഷ്കരിച്ചത്. ആദായ നികുതി അടയ്ക്കുന്നത് അനായാസകരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലളിതമാക്കിയ ചട്ടങ്ങളുടെ ആദായ നികുതി നിയമം അവതരിപ്പിച്ചത്. 536 സെക്ഷനുകളും 23 അധ്യായങ്ങളും അടക്കം 622 പേജുകളാണ് പുതിയ ആദായ നികുതി ബില്ലിലെന്നായിരുന്നു റിപ്പോർട്ട്. പുതിയ നിയമത്തിൽ ഷെഡ്യൂളുകളും അധ്യായങ്ങളും കൂടിയത് ആദായ നികുതി നിയമത്തോടുള്ള ഘടനാപരമായ സമീപനം കൊണ്ടാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ, ബിസിനസ്സുകാർക്കും വ്യക്തികൾക്കുമുള്ള കാര്യക്ഷമമായ വ്യവസ്ഥകൾ എന്നിവ ഉൾക്കൊള്ളുന്നതിനാലാണ് ഷെഡ്യൂളുകളും അധ്യായങ്ങളും പുതിയ നിയമത്തിൽ കൂട്ടിയത് എന്നാണ് കണക്കൂട്ടുന്നത്. നികുതി തർക്കങ്ങൾ ഒഴിവാക്കുന്നതിനായി ഓഹരി ഇടപാടുകളെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ, കൂടുതൽ വ്യക്തതയ്ക്കായി കഴിഞ്ഞ 60 വർഷത്തെ ജുഡീഷ്യൽ വിധി, ന്യായങ്ങൾ എന്നിവയും പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതോടെ ഇവ തിരുത്തി വീണ്ടും അവതരിപ്പിക്കുമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുന്നത്.